ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ എഗ് നൂഡിൽസ് ആണ്. വെൽക്കം ടു ദ വീഡിയോ. നമ്മൾ 200 ഗ്രാം ഹക്ക നൂഡിൽസ് ആണ് എടുത്തിട്ടുള്ളത്. ഇൻസ്റ്റന്റ് നൂഡിൽസ് ഒന്നും എടുക്കരുത്. 2 പേർക്ക് സെർവ് ചെയ്യാൻ 200 ഗ്രാം ഹക്ക നൂഡിൽസ് മതിയാകും. നമ്മൾ നൂഡിൽസ് വേവിക്കാനുള്ള വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ നൂഡിൽസ് ഇട്ട് കൊടുക്കാം. 2 മിനിറ്റ് നേരം നമ്മൾ ഇത് ഇളക്കരുത്. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നൂഡിൽസിന്റെ കവറിന്റെ ബാക്കിൽ അതിന്റെ വേവ് ഉണ്ടാകും. 6 മിനിറ്റ് തൊട്ട് 8 മിനിറ്റ് വരെ ആണെങ്കിൽ 6 മിനിറ്റ് നേരം നമ്മൾ കുക്ക് ചെയ്താൽ മതിയാകും. ഒരുപാട് ഓവർ കുക്കായി കഴിഞ്ഞാൽ നമ്മുടെ നൂഡിൽസ് അങ്ങ് കുഴഞ്ഞു പോകും. ഒരു 6 മിനിറ്റ് ആയിട്ടുണ്ട്. നൂഡിൽസ് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വെള്ളം ഊറ്റിക്കളഞ്ഞെടുക്കണം. നമ്മൾ വെള്ളം ഊറ്റിക്കളഞ്ഞ് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നൂഡിൽസ് പരസ്പരം ഒട്ടിപ്പിടിച്ച് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. നൂഡിൽസിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാരറ്റ്, സവാള, ക്യാപ്സിക്കം ഇവയെല്ലാം ചെറുതായി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. 1 മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഉപ്പും കുരുമുളകും ഇട്ട് സ്ക്രാമ്പിൾ ചെയ്തതാണ്. 6 അല്ലി വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തത്. പിന്നെ നമുക്ക് സോയ സോസ്, ടൊമാറ്റോ സോസ്, ക്രഷ് ചെയ്ത പെപ്പർ, ഇത്രയാണ് ആവശ്യമുള്ളത്. നൂഡിൽസ് ഉണ്ടാക്കാനായി ഒരു പാത്രം അടുപ്പ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ചൈനീസ് കുക്ക് ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് 1-2 സെക്കൻഡ് നേരം നമുക്കൊന്ന് ഇളക്കാം. ഇതിലേക്ക് നമുക്ക് സ്ലൈസ് ചെയ്ത വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് ഒരു 1-2 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് കുക്കാവണ്ട, ഒരു പുറം ഭാഗം മാത്രം ഒന്ന് ചെറുതായി കുക്കായാൽ മാത്രം മതി. ഓർക്ക് നമ്മൾ തീ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചൈനീസ് കുക്ക് ചെയ്യുന്നത്. 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്ക്രാമ്പിൾ ചെയ്ത മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച നൂഡിൽസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ സോയ സോസ്, 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 1/2 ടീസ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക് പൊടി, ഇത്രയും ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ നൂഡിൽസ് ഒന്ന് നന്നായി മിക്സ് ചെയ്യണം. നൂഡിൽസ് എല്ലാം ഒരേ കളർ ആകുന്നത് വരെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ നമുക്കൊരു ഫോർക്ക് കൂടി ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഈസി നൂഡിൽസ് ആണ്. എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. മറ്റു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്